തിരുവനന്തപുരത്ത് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി നമ്മൾ ബ്രേക്കിന് മുമ്പ് പറഞ്ഞിരുന്നു. ഈ വാർത്തയെപ്പറ്റി മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനെയാണ് മംഗലപുരം പോലീസ് മർദ്ദിച്ചത്. ശനിയാഴ്ച രാത്രി ഘോഷയാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് മർദ്ദനം. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവും. ഓക്കെ, ഇതാണ് ആ CCTV ദൃശ്യങ്ങൾ. ഘോഷയാത്ര കഴിഞ്ഞ് വരുന്ന വഴിയിൽ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമില്ലാത്ത മർദ്ദനം എന്നുള്ളതാണ് മുരുക്കുംപുഴ സ്വദേശി ഷിബുവിൻ്റെ പരാതി. ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്ത് സംഭവിച്ചു എന്നാണ് ഷിബു പറയുന്നത്? എന്ത് സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്? അവിടെ ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കമ്പക്കെട്ട് ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ആളുകൾ കൂടി നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ മർദ്ദനമേറ്റ ഷിബു അതുവഴി ഭാര്യയും മക്കളുമായി കടന്നു വരുന്നത്. ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ തന്നെ വരികയായിരുന്നു. അപ്പോഴാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് അവിടേക്ക് എത്തി, മംഗലപുരം പോലീസ് അവിടേക്ക് എത്തി ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനാണെന്ന് തോന്നുന്നു അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. ഇതിനിടയിലാണ് ഷിബുവിനും മർദ്ദനമേറ്റത്. ആ ദേഹത്തൊക്കെയുള്ള പാട് ഈ മർദ്ദനമേറ്റതിന്റെ ലാത്തിക്കുള്ള മർദ്ദനമേറ്റതിന്റെ പാടുകളാണ്. അത് ഒന്ന് മർദ്ദിക്കുന്ന പോലീസ് അറഞ്ചം പുറഞ്ചമടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ CCTVയിൽ കാണാം. അപ്പോൾ ഒരു വശത്ത് എഴുന്നേറ്റ് നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ഷിബുവിന്റെ ദൃശ്യങ്ങളുണ്ട്, ദേഹത്താകമാനം പാടുള്ള ദൃശ്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശനിയാഴ്ച രാത്രി 11 മണിയോടെ ഘോഷയാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മർദ്ദനമേറ്റത് എന്ന് പറയുന്നു. മുരുക്കുംപുഴ സ്വദേശിയാണ് ഷിബു. ഭാര്യയും മക്കളും ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഷിബു ഇപ്പോൾ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്ക് നേരെ ഇത്തരത്തിൽ ലാത്തി വീശില്ലല്ലോ. ഇത് ഘോഷയാത്ര കഴിഞ്ഞ് വന്നവരെ ആളെ ഒതുക്കാൻ വേണ്ടി ഇമ്മാതിരി അടിയടിച്ചു എന്നാണോ പോലീസ് പറയുന്നത്? പോലീസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് അവിടെ കമ്പക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു വശത്ത്. അപ്പോൾ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് വന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിനിടയിൽ സംഭവിച്ചതാണ് എന്നൊരു ഒഴുക്കൻ മറുപടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ അടി കണ്ടാലറിയാം, കിട്ടിയ വാക്കിന് കിട്ടുന്നവരെ എല്ലാം വാരിയിട്ടടിക്കുകയാണ്. അറഞ്ചം പുറഞ്ചം അടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മാതിരി അടിയാണ് അടിച്ചിട്ടുള്ളത്. അത് ഷിബുവിന്റെ ദേഹം കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ മരുന്നൊക്കെ ഇട്ട് പിടിപ്പിച്ചിരിക്കുന്ന ആയുർവേദ മരുന്നൊക്കെ തേച്ചിരിക്കുന്നത് കാണുകയും ചെയ്യാം. നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഉത്സവം കഴിഞ്ഞ് ആ ഘോഷയാത്രയൊക്കെ കണ്ട് മടങ്ങുമ്പോൾ രാത്രി 10-11 മണിയാകുമ്പോഴാണ് ഈ അടി വാരിക്കൂട്ടി അടി പോലീസിൽ നിന്നും കിട്ടുകയും ചെയ്യുന്നത്. ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഷിബു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒറ്റ കാര്യം കൂടി, ഈ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണോ ഇദ്ദേഹത്തിന് പോലീസ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ ശ്രീകാന്ത്. മൊത്തത്തിൽ കൂടി നിന്ന ആളുകളെ ഒന്നാകെ പോലീസ് വിരട്ടി അടിച്ചോടിക്കുകയാണ്. അത് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. അതിനിടയിലാണ് ഈ ഷിബുവിനും കാര്യമായി തന്നെ അടി കിട്ടുന്നത്. പക്ഷേ ആള് നോക്കി തരം നോക്കി ഒന്നും അല്ല പോലീസ് ആ ഘട്ടത്തിൽ അടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വലിയ ആൾക്കൂട്ടം നിൽക്കുന്നു. അവരെ പിരിച്ചുവിടുന്നതിന്, അവരെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു സൈഡിൽ നിന്നും ഓടിയെത്തുന്നു. കൈ കിട്ടുന്നവരെയൊക്കെ വാരിയിട്ടടിക്കുന്നു. നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ, നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആ സെക്രട്ടേറിയറ്റ് മുന്നിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ സമരമൊക്കെ നടക്കുമ്പോൾ പോലീസ് ഓടിച്ചിട്ടടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഗ്രനേഡ് എറിയുന്നത് കണ്ടിട്ടുണ്ട്, വാരിയിട്ടടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു മയം, അപ്പോഴും ഒരു മയം ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ മയമൊന്നും ഉള്ളതായി കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ ശരീരം കാണുമ്പോൾ വാരിയിട്ടടിച്ച ലക്ഷണമുണ്ട്. കാരണം ദേഹത്തൊക്കെ തന്നെ നല്ല പാടുകളുണ്ട്. ശരീരം ആസകലം അദ്ദേഹത്തിന് വേദനയുണ്ടെന്ന് തോന്നുന്നു. നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. വിജയകുമാർ, ശരി, എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതാണെങ്കിൽ ആദ്യം ഒരു ജലപീരങ്കി, അതിനുശേഷം മുന്നറിയിപ്പുണ്ട്, ടിയർ ഗ്യാസ്, അങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിൽ ഒരു വഴിയുമില്ലാത്തപ്പോഴാണ് ഇത് ഒരു മനുഷ്യരെ പലപ്പോഴും ഈ പോലീസുകാർക്ക് CCTV ക്യാമറ ഉണ്ടെന്ന് മറന്നു പോകുന്നുണ്ടോ? പോലീസ് ഒരു കഥയും കൂടെ പറയുമായിരിക്കും, അത് വൈകാതെ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ ഇതുപോലെ കണ്ടാണ് ഇടയ്ക്ക് എന്താണ് രാത്രി ആളെ മാറ്റാൻ, ന്യൂ ഇയറിന് ആളെ മാറ്റാൻ വേണ്ടി ചുമ്മാ വരുന്ന വഴിക്ക് അടിച്ച് ചാടി മേടിക്കുന്നത്. അപ്പൊ ഈ മോളിലാണ് ഇതൊക്കെ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന പോലീസ് മറന്നു പോകുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ പല്ല് പോയി. അതെ.